പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ നേരത്തെയാക്കി കളം നിറയാനാണ് ബി.ജെ.പിയുടെ തന്ത്രം. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് മറുപടിയുമായി CPI-എമ്മും രംഗത്ത് വന്നു കഴിഞ്ഞു. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. ശ്യാം, യഥാർത്ഥത്തിൽ അദ്ദേഹം തൃശ്ശൂരിനെ ഇളക്കി മറിച്ചു എന്നത് നേരാണ്. അപ്പോൾ അദ്ദേഹം ഉയർത്തിയ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളും വിവാദങ്ങളുമുണ്ട്. അതിനൊക്കെ മറുപടി പറയാൻ LDF തയ്യാറെടുക്കുകയാണോ? SK തീർച്ചയായും പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്ന ശേഷം നടത്തിയ പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിമർശനങ്ങൾക്കൊക്കെ രാഷ്ട്രീയമായി തന്നെ മറുപടി പറയാനാണ് ഇടതുമുന്നണി തയ്യാറെടുക്കുന്നത്. പ്രത്യേകിച്ച് CPI-എം, അത് CPI-എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അതിന് മറുപടി പറയും എന്നുള്ള ഒരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ വരവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ കളമൊരുക്കലായി തന്നെയാണ് രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുക. സ്വാഭാവികമായും അതിൻ്റെ ഒരു നേട്ടം ലഭ്യമാക്കാൻ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പതിവിൽ നിന്നും വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങാനാണ് BJP-യുടെയും നീക്കം. ഏതായാലും വലിയ രീതിയിലൊരു രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കാൻ BJP പതിവിൽ നിന്നും വ്യത്യസ്തമായി തയ്യാറെടുക്കുകയാണ്. മോദിയുടെ ഗ്യാരണ്ടികൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. പക്ഷേ അതേസമയം ഭരണപക്ഷത്തെയും കേരളത്തെ ഒന്നാകെയും വിമർശിക്കുന്ന നയമാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചതെന്നും അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുമെന്നുള്ളതാണ് ഇടതുമുന്നണി പറയുന്നത്. അതിന് തുടക്കം കുറിച്ചുകൊണ്ടാകും ഒരുപക്ഷെ CPI-എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഉന്നത നേതാക്കളും മറുപടി പറയുക. അത് ഇന്നു മുതൽ തന്നെ ഓരോ വിഷയത്തിലും ഉണ്ടാകും. അത് കേരളത്തിൻ്റെ മുക്കിനും മൂലയിലും അത്തരം കാര്യങ്ങൾ പറയും, ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ് ഇടതുമുന്നണി പറയുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആയുധമായി തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ ഉപയോഗിക്കാനും ഇടതുമുന്നണി ലക്ഷ്യമിടുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയ വാക്പോരുകൾ വേഗം കൂടും, അതിൻ്റെ മൂർച്ച കൂടുമെന്നുള്ളത് ഉറപ്പാണ്. പ്രധാനമന്ത്രിയുടെ വരവ് നൽകിയ ഊർജം വോട്ടായി മാറ്റുവാനാണ് BJP-യുടെ നീക്കം. അത് എത്രത്തോളം സാധിക്കുമെന്നുള്ളത് കണ്ടറിയണം. ഏതായാലും രാഷ്ട്രീയമായുള്ള ഏറ്റുമുട്ടലുകൾക്ക് കേരളം ഇനി സാക്ഷ്യം വഹിക്കും. അത് വാക്ചാരങ്ങൾ കൊണ്ടുള്ള ഏറ്റുമുട്ടലുകൾക്ക് സാക്ഷ്യം വഹിക്കുമെന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. SK. ഓക്കെ, താങ്ക് യു ശ്യാംകുമാർ.